നമുക്ക് നമ്മുടെ രാജ്യത്ത് ഇരുന്നു കൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ് യഥാർത്ഥ ശത്രുക്കൾ. അങ്ങനെ ധാരാളം പേരുണ്ട്, ധാരാളം സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, നിരവധി പേരുണ്ട്. അതായത് സ്വന്തം രാജ്യത്തിരുന്ന് സ്വന്തം രാജ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ എല്ലാവിധ പിന്തുണയും നേടിക്കൊണ്ട് അന്യരാജ്യത്തിന് വേണ്ടി അഭിപ്രായം പറയുകയും അവർക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഒപ്പം നിന്ന രാഷ്ട്രീയ പാർട്ടികളെയും വ്യക്തികളെയും മത തീവ്രവാദ സംഘടനകളെയും ഒക്കെ നമുക്കറിയാം. അങ്ങനെ നിരവധി പേർ നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം, അല്ലെങ്കിൽ നമ്മുടെ ഒരു തിരിച്ചടി അതാണ്. അന്യരാജ്യം ഇപ്പം നമുക്കെതിരെ തിരിയുന്നു, കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, ഒക്കെ ശരിയാണ്, ചൈന ഒക്കെ ശരിയാണ്. പക്ഷേ അവരുടെയൊക്കെ ഏജൻറ്റുമാരായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ നിക്കോബാർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട് ചൈനയുടെ ഏജൻ്റായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്, വ്യക്തമാണത്. അതായത് ഈ പദ്ധതി നടപ്പിലാക്കരുത്, ആക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് തിരിച്ചടിയാണ്, അതുകൊണ്ട് ഇയാളെ കൊണ്ട് പല രീതിയിൽ ഇവിടെ വേഷം കെട്ടിക്കുകയാണ്. ജെൻസി പ്രശ്നം നേപ്പാളിൽ ഉണ്ടായി, അതിവിടെ അത് നടപ്പിലാക്കിയെടുക്കാൻ പലവിധം ശ്രമിച്ചു രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമൊക്കെ. ഇവിടെ ഇന്ത്യ ആയതുകൊണ്ടും ഇവിടെ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിയും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയും ഉണ്ടായതുകൊണ്ട് അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല. പാകിസ്ഥാനിലെ PTVയിൽ പാകിസ്ഥാൻ ടെലിവിഷനിൽ നടന്ന ഒരു ചർച്ചയുടെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ പാകിസ്ഥാൻകാരായ ആങ്കർമാരും അവിടുത്തെ ചില നിരീക്ഷകരുമൊക്കെ പറയുന്നത് ഇന്ത്യയെക്കുറിച്ചാണ്. ഇന്ത്യയെക്കുറിച്ച് പറയുന്നത്, ഇന്ത്യയിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ധാരാളം പേരുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്ത്, അതായത് പാകിസ്ഥാൻ്റെ തീവ്രവാദ ആശയങ്ങൾക്ക് അനുകൂലമായിട്ട് പാകിസ്ഥാൻ്റെ ഇന്ത്യ ശത്രുത അല്ലെങ്കിൽ കശ്മീർ വിഷയത്തിലുള്ള പാകിസ്ഥാന് ഒപ്പം നിൽക്കാൻ ഒക്കെ തന്നെ ഇവിടെ നിരവധി ആളുകൾ ഉണ്ട്. പിന്നെന്താണ് പ്രശ്നം എന്നാണ് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ ഉന്നയിക്കുന്നത്. അവർ പറയുന്നു, പാകിസ്ഥാന് അനുകൂലമായി ആരൊക്കെയുണ്ട്? അരുന്ധതി റോയ്, മമതാ ബാനർജി, കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ദളിത് പാർട്ടികൾ, ഇവരൊക്കെ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ. മോദിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാണ്? ഇന്ത്യ കഴിയുന്നതും യുദ്ധത്തിലേക്ക് പോകാത്തതിൻ്റെ കാര്യം ഇതുതന്നെയാണ്. മുകളിൽ പറഞ്ഞ ഓരോ കൂട്ടരും പെട്ടെന്നൊരു ദിവസം പാകിസ്ഥാനോട് യുദ്ധം ചെയ്യൂ, ഞങ്ങൾ ഒപ്പം എന്ന് മോദിയോട് പറഞ്ഞത് എന്തിനായിരിക്കും? ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുമ്പോൾ അതേസമയം ഈ കൂട്ടർ അകത്തുനിന്ന് പാകിസ്ഥാന് സഹായം ചെയ്താൽ, അതേസമയം ഇന്ത്യക്കകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കിയാൽ ഭാരതം സത്യത്തിൽ പേടിക്കേണ്ടത് നിലനിൽപ്പിനു വേണ്ടി മത തീവ്രവാദത്തിന് പിന്തുണ കൊടുക്കുന്ന, നിലനിൽപ്പിനു വേണ്ടി നാളെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ സാധ്യതയുള്ള ഇവരെയാണ്. അല്ലെങ്കിൽ ശത്രുരാജ്യത്തിൻ്റെ ആളുകൾ ഇത്ര ഉറപ്പോടെ അവരുടെ ദേശീയ ചാനലിൽ എങ്ങനെ ഇത് തുറന്നു പറയാൻ സാധിക്കും? പാകിസ്ഥാൻ മന്ത്രിമാർ തങ്ങൾക്ക് കോൺഗ്രസ് സപ്പോർട്ടാണ് എന്ന് പറഞ്ഞു കോൺഗ്രസിൻ്റെ ട്വീറ്റുകൾ ഉപയോഗിച്ചതുകൂടെ ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. അകത്തെ ശത്രുക്കളാണ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള പ്രശ്നം എന്നുള്ളതാണ്. അരുന്ധതി റോയ്, മമതാ ബാനർജി, കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ദളിത് പാർട്ടികൾ, ഇവരൊക്കെ തന്നെ ഇവിടെ പാകിസ്ഥാൻ അനുകൂലികളാണ്, ശത്രു രാജ്യത്തിന് ഒപ്പം നിൽക്കുന്നവരാണ്. അകത്തെ ശത്രുക്കളെ ആദ്യം ഒതുക്കണം. ഇത് ആഭ്യന്തരമന്ത്രിക്കും അതുപോലെ പ്രധാനമന്ത്രിക്കും ഒന്നും അറിയാഞ്ഞിട്ടല്ല, നേരിട്ട് പെട്ടെന്ന് ഒരു നടപടി എടുക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവരെ വെറുതെ നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇവർ എവിടം വരെ പോകും എന്നത് റോയും ഐബിയും അജിത് ഡോവലും അടക്കം ശക്തമായി കഴുകൻ കണ്ണുകളുമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ തകർക്കുന്ന, രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന, രാജ്യത്തിനകത്തെ ചതിയന്മാർ, ചോരക്കൊതിയന്മാർ, ചെന്നായ്ക്കൾ ആണ് ഈ അരുന്ധതി റോയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും അതുപോലെ മമതാ ബാനർജിയും ഒക്കെ. അവർക്കൊക്കെ കൃത്യമായ മറുപടി, കൃത്യമായ നടപടി അതൊക്കെ ഭാവിയിൽ ഉണ്ടായിക്കൊള്ളും. ഇപ്പം അവർ പാകിസ്ഥാൻകാരായി തന്നെ നിൽക്കട്ടെ.